എല്ലാവർക്കും ഗോവ എപ്പിസോഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിതാ ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്തതിൻ്റെ അവിടം വരെയുള്ള വീഡിയോ നിങ്ങൾ ഇന്നലെ കണ്ടത്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ഗോവയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ കാണുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കൂടി എത്തിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റേ വീഡിയോ ഒക്കെ തരും. മുടി അപ്പം ഞങ്ങൾ രണ്ടും കൂടെ മിക്സ് ചെയ്തായിരിക്കും വീഡിയോ കേട്ടോ. കൂടുതലും എനിക്ക് തോന്നുന്ന അതിഥിയായിരിക്കും. അതിന് നിങ്ങൾ കമന്റ് ചെയ്യണം ആരാണ് നല്ലതുപോലെ വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. എന്തായാലും പറയണ്ടല്ലോ, പുതിയ ന്യൂജൻ സംവിധാനങ്ങൾക്കൊക്കെ ഞാൻ എന്തോ പറയുന്നത് എന്റെ സംസാര ശൈലിയിൽ നിങ്ങളെ ഞാൻ വീഴും. ഓക്കെ, തട്ടി വീടല്ലേ അങ്ങോട്ട്. അപ്പൊ ഈ വീഡിയോ കണ്ട് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിഥി പുതിയൊരു ചാനൽ നിങ്ങൾ പറയണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണോ വേണ്ടോ. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയിരിക്കും. ഓക്കെ, എന്റെ മമ്മ അവിടെ ബാക്കിൽ നിന്ന് എള്ളുണ്ട എന്നോണ്ടിരിക്കുകയാണ്. ഫിലിം ഫെസ്റ്റിവൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നതിന്റെ പോസ്റ്റേഴ്സും ഫ്ലെക്സും അങ്ങനെ കുറെ നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ നാളെ അങ്ങോട്ട് പോകും. നമ്മൾ ഇവിടുത്തെ നമ്മളിപ്പോ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നേ? ഫോർട്ട് കാണാം. എന്താ ഏതൊരു ഫോർട്ട് ഞാൻ നോക്കട്ടെ. ഓക്കെ, അഗ്വാദ ഫോർട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ അവിടെ 5 മണി വരെ നമുക്ക് സമയമുള്ളൂ കയറാൻ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അവിടെ പോയി കയറണം. അടുത്താണ്, ഇനി ഒരു 7 കിലോമീറ്റർ ഉള്ളൂ. തിരിച്ച് വന്നിട്ട് നമുക്ക് ബീച്ചിലൊക്കെ പോകാം അല്ലേ? ബീച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം. പക്ഷെ ഇങ്ങനത്തെ ചില നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. അപ്പം നമുക്ക് അവിടെയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. യെസ്, നല്ലതുപോലെ കള്ള് കിട്ടും, എത്ര വേണമെങ്കിലും കുടിക്കാം. ഓർഡർ ചെയ്തിട്ടുണ്ട് 2 പേര്. ഇതായിരിക്കും ഫിലിം ഫെസ്റ്റിവലിന്റെ ഇവിടുന്ന് റൈറ്റ് എങ്ങനെ ലെഫ്റ്റ് ഫിലിം ഫെസ്റ്റിവലിന്റെ ലോഗോസ് ആണ് കൊടുക്കുന്നത്. നല്ല റോഡൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ 55ാമത്തെ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. അതിൻ്റെ ഒരു തിരക്ക് മൊത്തത്തിലുണ്ട്. ഹോട്ടലുകളിലായാലും അതിൻ്റെ തിരക്ക് ഈ ബീച്ചുകളിലൊക്കെ കാണുമായിരിക്കും. ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. ടൗണിൽ കാണുന്ന ഒരു തിരക്ക് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ നല്ല റോഡ് കാലിയാണ്, അങ്ങനെ വല്ല ഓടിച്ചു പോകാം. എന്നാലും ഈ പുറത്തുനിന്നൊക്കെ വരുന്ന വണ്ടികളും അതുപോലെ ഈ ഇവിടുന്ന് ടാക്സി നമ്മൾ പിന്നെ റെൻ്റിനെടുക്കുന്ന വണ്ടികളൊക്കെ പോലീസുകാരുണ്ടാവും വലിയ വിഷയമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ റൂൾസ് അനുസരിച്ച് പോവുക. അപ്പോൾ വണ്ടി അത്യാവശ്യം വലിയ പഴക്കമില്ലാത്ത നല്ല വണ്ടിയാണ്. ബെലനോ ഞങ്ങൾ നമ്മുടെ വീട്ടിൽ ഉള്ള വണ്ടിയാണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വണ്ടി തന്നെയാണ്. അത് അതിൻ്റെ മോഡലിനനുസരിച്ചൊക്കെ. ഒരു കടയിൽ ബാറിന് ഇത് ബിയർ മേടിച്ചതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു CCTV-ക്കകത്ത്. അതപ്പോൾ ഇങ്ങനെ ചോദിച്ച്, അപ്പോൾ പറഞ്ഞ ഫ്രണ്ടിന് വേണ്ടിയിട്ട് മേടിച്ചത്. എല്ലാം ഷോപ്പിംഗ്, ആൽക്കഹോൾ മ്യൂസിയം ആൻഡ് വൈൻ സ്റ്റോർ, പല ടൈപ്പ് ഐറ്റംസ് ആണ്. അതൊന്നും കാണാനല്ല, വേണ്ട, നമുക്ക് 3 പോയി കാണാം. ബോട്ടോർസും എല്ലാം റിസോർട്ടൊക്കെ കേട്ടോ. ഫുൾ റെസ്റ്റോറൻറ്റും റിസോർട്ടും ഒക്കെയാണ്, ഹോട്ടലുകളും. ഇവിടെ ആർക്കും വലിയ പേടിയൊന്നുമില്ല ഗൈസ്. എല്ലാവരും ഭയങ്കര സ്പീഡിലൊക്കെയാണ്. നമ്മുടെ ഇവിടുത്തെ പോലത്തെ കേരളത്തിൽ പോലത്തെ എല്ലാവരും ഇങ്ങനെ താലി ജംഗ്ഷൻ വെജ് ദർബാർ ഇതൊരു ഹോട്ടലാണ്. ഫുൾ ഷോപ്പിംഗ് സാധനങ്ങളാണ് ഗൈസ്. നമുക്ക് എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോകാം. ട്രൗസർ വാങ്ങി ബർമുഡ, ഗോവൻ ബർമുഡ. അതെന്തിനാ ഗൈസ്? ക്യാസിനോ
ഗോവയിൽ നിന്ന് വരികയെന്ന് അറിയിക്കണ്ടേ? ഗോവയിൽ ഇതൊരു പള്ളിയാണ്. ഇതാണല്ലേ കാൻഡോളിൻ്റെ പള്ളി. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഗ്വാദ ഫോർട്ടിലോട്ട്. നല്ല നല്ല ഡ്രസ്സൊക്കെ കിടക്കുന്നത്. നമുക്ക് നോക്കാം. കറി ഹൗസ് ഹോട്ടലിലൊക്കെ ഒരു സെറ്റപ്പ് നോക്കി. നല്ല ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ളത്. ഭയങ്കര കാണാൻ നല്ല ഭംഗിയാണ് ഇവിടുത്തെ ഹോട്ടലും റിസോർട്ടും ഒക്കെ. നോവ കഫേ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാത്തിൻ്റെ കൂടെ ഒരു ബാർ അതുണ്ടായിരിക്കുന്നതാണ് ഇവിടെ. അത് നമ്മൾ പ്രതീക്ഷിക്കാം. റെസ്റ്റോ ബാർ, മറ്റേ ബാർ, മറിച്ചേ ബാർ എന്നൊക്കെ പറഞ്ഞ് പല ബാറും കാണും. നമ്മുടെ കണ്ണങ്ങോട്ട് പോവരുത് കേട്ടോ. നമുക്ക് നോക്കാം, അവിടെ നോക്കാം. ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ കേരളത്തിലെ തടാകം പോലെ, തടാകമല്ലേ തോടൊക്കെ പോലെ സാമ്യൊക്കെ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഗ്വാദ. ഇവരെല്ലാം ഈ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വന്ന് പോകുന്നവരാണ്. ഡാഡി ഇവിടെ ഡ്രൈവിംഗ് തിരക്കിലാണ്. പക്ഷെ നമ്മളല്ലാതെ പാക്കേജ് എടുത്താൽ അവർ കറക്റ്റ് സ്ഥലങ്ങളിൽ അവിടെ കൊണ്ടുപോയി പിന്നെയുള്ള യാത്രകളൊക്കെ പാക്കേജ്. ഇതുണ്ടോ ഗൈസ്, ഇതൊക്കെ മറ്റേ ബോട്ട് റൈഡിനൊക്കെ പോകുന്ന ഇതൊക്കെ ആയിരിക്കും. ഇത് മറ്റേ ബോട്ട് റൈഡിന് കൊണ്ടുപോകുന്ന ഇവിടുന്ന് അല്ലയോ? ഇതെല്ലാം വണ്ടി ഇട്ടിട്ട് പോയേക്കൊന്നു ആൾക്കാർ. അഗ്വാദ ഫോർട്ടിലെത്തി. യെസ്, ഒരു അരമണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അരമണിക്കൂറില്ലായിരുന്നല്ലേ? ലൈറ്റ് ഹൗസ്, അഗ്വാദ ഫോർട്ട്, ഹെലിപാഡ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇവിടെ ഫുൾ കാടാണ് ഗൈസ്. അല്ല കുരങ്ങൻ ചാടി വരുമെന്തോ. ബ്ലോക്കാണ് ഇവിടെ. പാർക്ക് ചെയ്യുന്നതിൻ്റെ ഒക്കെ തിരക്കായിരിക്കും മേ ബി. അപ്പോൾ നമ്മുടെ ഫോർട്ട് കാണാൻ വന്നപ്പം കാണാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് പേരയ്ക്ക കഴിക്കാൻ വെച്ചു. നാട്ടിൽ നിന്ന് വാങ്ങിച്ചാട്ടാ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തു. ഓക്കെ, ഇതെല്ലാം ഫോർട്ട് കണ്ടിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ വന്നിറങ്ങിയ പാടെ 3 തൊപ്പി വാങ്ങിച്ചു. ഞങ്ങളാരും കുളത്തിൽ എല്ലാം കടകളാട്ടോ. നാരങ്ങ വെള്ളം വേണോ? നാരങ്ങ വെള്ളം കുടിക്കാല്ലേ? നമ്മുടെ അവിടെ ഒക്കെ എനിക്ക് 60 രൂപ 70 രൂപയുള്ള തൊപ്പിയാണ്. 150 രൂപ. ഇതെടുത്താൽ നമ്മളെ 150 150 രൂപ അല്ലേ? എത്ര ഒരാൾ? 20 25 ഫോറിനേഴ്സിന് 300. ഓക്കെ, അതുണ്ട്, ആൾക്കാർ ഒഴുകി വരുന്നുണ്ടോ? അതായത് ഏതോ പിന്നെ ടൂറിസ്റ്റ് പാക്കേജിൽ വന്ന ആൾക്കാരാട്ടോ. അന്ന് എനിക്കൊന്ന് ഈ കോളേജ് പിള്ളേരാണ് അല്ലേ? നോക്കിയേ. പിന്നെ കുട്ടായ്മാനൊക്കെ ഇവിടെ വന്നിട്ടില്ലായിരുന്നോ? ഓ, ഇവരുടെ പിന്നെ എഞ്ചിനീയറിംഗ് ടൂർ ഇവിടെ ആയിരുന്നു അല്ലേ? അത് ലൈറ്റ് ഹൗസാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ
അഗ്വാദ ഫോർട്ടിലാണുള്ളത്. കൊള്ളാം ഗൈസ്, നല്ല രസമുണ്ട്. നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി ഒന്നും അറിയില്ല, പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാൻ കൊള്ളാം. ഓക്കെ, എൻ്റെ തൊപ്പി കണ്ടു ഗൈസ്, ഭയങ്കര വെയിൽ. അപ്പോൾ നമ്മൾ കുടയൊക്കെ ഇട്ടുണ്ടെങ്കിൽ നമ്മൾ ലോക്കൽ മലയാളികളായാലും വിചാരിച്ചിട്ട് നമ്മൾ തൊപ്പിയൊക്കെ മേടിച്ചിട്ടുണ്ട്, കുറച്ച് സ്റ്റാൻഡേർഡ് വരെ. കൊള്ളാമോ ഗൈസ്? അപ്പോൾ ഈ ഫോർട്ടിനെ കുറിച്ചൊരു കഥ പറയാം. 1612 ഡച്ചുകാരെ പ്രതിരോധിക്കുന്നതിനായി നിർമ്മിച്ചതാണ് അഗ്വാദ ഫോർട്ട്. അഗ്വാദ എന്നത് പോർച്ചുഗീസ് ഭാഷയിൽ വെള്ളമുള്ളത് എന്ന അർത്ഥം വരുന്നതാണ്. കോട്ടയ്ക്കകത്ത് ഒരു ശുദ്ധജല നീരുറവുണ്ടായിരുന്നു. നങ്കൂരമിടുന്ന കപ്പലുകൾക്ക് അവരുടെ ജലസംഭരണികൾ നിറയ്ക്കുന്നത് ഇവിടെ നിന്നായിരുന്നു. 1612 നിർമ്മിച്ച ഫോർട്ട് 79 പീരങ്കികളുടെ മഹത്തായ നിലയമായിരുന്നു. സ്ഥാപിച്ച അഗ്വാദ ഫോർട്ട് ലൈറ്റ് ഹൗസ് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ളതാണ്. ഈ കോട്ടയെ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. മുകൾ ഭാഗം കോട്ടയായും ജലസേചന കേന്ദ്രമായും, താഴത്തെ ഭാഗം പോർച്ചുഗീസ് കപ്പലുകൾക്ക് സുരക്ഷിതമായി ബെർത്തായും പ്രവർത്തിച്ചു. പോർച്ചുഗീസുകാരുടെ ഏറ്റവും വിലപിടിപ്പുള്ളതും യുദ്ധസമയത്തും അടിയന്തരാവസ്ഥയിലും ഉപയോഗിക്കാൻ രഹസ്യമായ രക്ഷപ്പെടൽ പാതയും ഇതിലുണ്ട്. പ്രാരംഭഘട്ടത്തിലെ വിളക്കുമാടം 7 മിനിറ്റിലൊരിക്കൽ പ്രകാശം പുറപ്പെടുവിക്കാൻ ഉപയോഗിക്കുന്നു. ഡച്ചുകാർക്കുള്ള പോർച്ചുഗീസിന്റെ പ്രധാന പ്രതിരോധമായിരുന്നു ഇത്. പിള്ളേരാട്ടോ, പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ടൂർ പാക്കേജ് വന്ന പിള്ളേരെ. താഴോട്ട് ഇറങ്ങുന്ന സൂക്ഷിച്ചു വേണേ, സ്ലിപ്പാവല്ലേ. സ്ലിപ്പാവുന്നു. വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ദൂരം എന്താ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നോക്കി ഇവിടുന്ന് നമുക്ക് പോവാം എങ്ങോട്ടാന്ന് വെച്ചാൽ. ഇതാണെന്ന് തോന്നുന്നു ശുദ്ധജല നീരുറവ. പെട്ടെന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു തൊപ്പിക്കകത്ത് KVVS യൂത്ത് എറണാകുളം എന്നൊക്കെ എഴുതിയേക്കുന്നത്. എറണാകുളത്തേരാണ് യൂത്ത് എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ. യൂത്ത് ആവണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എറണാകുളത്ത് എവിടാ? പെരുമ്പാവൂർ. എത്ര പേരുണ്ട് നിങ്ങൾ? ഞങ്ങൾ 26 പേര്. ബസ്സിനകത്താണ്? ബസ്സിന് അല്ല, ട്രെയിന്. ഇന്ന് വെളുപ്പിന് വന്ന ട്രെയിൻ അതോ ഇന്നലെ വീട്ട് നാളെ വീട്ടിൽ? പേരെന്തോ? എൻ്റെ പേര് മോഹനൻ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ വ്യാപാരി വ്യവസായിയുടെ ആൾക്കാരാണ്. കരുനാഗപ്പള്ളി പുതിയ യൂണിറ്റിലെ ജോയിൻറ്റ് സെക്രട്ടറി, എറണാകുളം ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ഓക്കെ. നമ്മളിപ്പോൾ അഗ്വാദ എന്ന് പറഞ്ഞിട്ട് ലോവർ പോർട്ടാണെന്നാണ് തോന്നുന്നത്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആൾക്കാരൊന്നും കാണുന്നില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇപ്പം 100 meters അഗ്വാദ. ഇതെങ്ങോട്ടാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത് മനസ്സിലാവുന്നില്ല, എന്നാലും നമ്മളങ്ങ് പോവാം. നമ്മൾ ആ മേളിൽ നിന്ന് കണ്ട ഇതാ തോന്നുന്നു സ്റ്റോപ്പോ. വീണ്ടും അടുത്ത ഫോർട്ട് അഗ്വാദ ജയിൽ മ്യൂസിയത്തിലേക്ക് എത്തിക്കുക. ജയിൽ മ്യൂസിയം. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഫോർട്ടിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ, കുറച്ച് താഴെ ഇറങ്ങി വേണം. അഗ്വാദ ജയിൽ മ്യൂസിയം. ഇപ്പോൾ അഡൾട്ടിന് 200, സീനിയർ സിറ്റിസൺ 100, ചിൽഡ്രൻ 100. ഇന്ത്യൻ ആർമി ഫോഴ്സിലുള്ളവർക്കെല്ലാം ഫ്രീ. ഇപ്പോൾ കയറി വരുമ്പോൾ ആ എൻട്രൻസിലെ കാഴ്ചകളായത് കേട്ടോ. ഇവിടെ റൂമൊക്കെ ഉണ്ട്, താമസിക്കാനുള്ള റൂംസ് ഉണ്ട്.
പിന്നെ അതുപോലെ ഇവിടെ സൈഡിൽ ഒരുപാട് സ്റ്റാളുകളുണ്ട്. അതൊക്കെ ആയി വരുന്നേ ഉള്ളൂ, ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ച അതിമനോഹരമാണ്. ഇതൊരു ബാറും റെസ്റ്റോറൻറ്റും എല്ലാം കൂടെ. രാത്രിയിൽ ഇവിടെയൊക്കെ മൊത്തം ലൈറ്റായിരിക്കും. ലൈറ്റിട്ട് DJ പാർട്ടിയും ഒക്കെ നടത്തുന്ന സ്ഥലമാണ് ഇത് കേട്ടോ. താജ് ഫോർട്ട് അഗ്വാദ റിസോർട്ടാണ് അത് ദൂരെ കാണുന്നത് കേട്ടോ. ഈ ജയിൽ അഗ്വാദ ഫോർട്ടിൻ്റെ ഭാഗമാണ്. 2015 വരെ ഗോവയിലെ ഏറ്റവും വലിയ ജയിലായിരുന്നു ഇത്. 17-ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ ഘടന ഗോവ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും ഗോവ ഹെറിറ്റേജ് ആക്ഷൻ ഗ്രൂപ്പും ഗോവയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും ചേർന്ന് നവീകരിച്ച് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. ഗോവയുടെ സ്വാതന്ത്ര്യ സമരം പ്രദർശിപ്പിക്കുന്നതിനും വീരകൃത്യങ്ങൾക്കും മഹത്തായ ത്യാഗങ്ങൾക്കും യഥാർത്ഥ ആദരാഞ്ജലികൾ നൽകുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യ സമര മ്യൂസിയം എന്ന നിലയിൽ ഗോവയുടെ വിമോചനത്തിൽ പങ്കെടുത്തവരും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനായി ബ്രിട്ടീഷ് ഭരണത്തിനെ പോരാടുകയും അവിടെ തടവിലാക്കുകയും ചെയ്ത എല്ലാവരുടെയും 2021 ഡിസംബർ 19 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്രത്തിൻ്റെ സ്വദേശ് ദർശൻ പദ്ധതി പ്രകാരം ഏകദേശം 22 കോടി രൂപയാണ് പുനർവികസനത്തിന് ചെലവായത്. പോർച്ചുഗീസ് ഭരണത്തിന് കീഴിൽ തടവിലായിരുന്ന വിമോചന പോരാളികളായ DB കുൻഹ, രാം മനോഹർ ലോഹ്യ എന്നിവർക്കായി സമർപ്പിച്ചിരിക്കുന്ന 2 പ്രത്യേക സെല്ലുകൾ ഈ മ്യൂസിയത്തിലുണ്ട്. ഈ സൈറ്റിൽ പോർച്ചുഗീസ് പീരങ്കികളും ഗോവയുടെ കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിൻ്റെ നിരവധി സ്മാരകങ്ങളും അടങ്ങിയിരിക്കുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഐഫോണിലും ഗോപ്രോയിലും മാറി മാറി കേട്ടോ. ഓരോ ഏരിയ നമുക്കല്ലേ കാണിച്ചിട്ടല്ലേ കാണിച്ചു. അപ്പോൾ ശീതീകരിച്ച മുറികളാണ് 3-4 മുറികളുടെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചരിത്രമൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമാണ് സംഭവം. എന്ത് കാര്യങ്ങൾ അതിനകത്ത് ഈ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1577 കാര്യങ്ങൾ, അല്ലെ ആ ഒരു വർഷം നിർമ്മിച്ച മോസ്കോ ഏത് ബിൽഡിംഗ് ആയാലും ശരി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ആരാ നിർമ്മിച്ചതെന്നും അപ്പോൾ അങ്ങനെയുള്ള എല്ലാ തരത്തിലും ഒരുപാട് സ്ക്രീനുകളുണ്ട്. ഒരുപാട് സ്ക്രീൻ ഏറ്റവും ആധുനികമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ കുട്ടികൾക്കൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഈ പസിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സെലക്ട് ചെയ്യാം ക്യാമറയ്ക്കകത്ത്. മേലോട്ട് ഓക്കെ ടിക്ക്. അതിനകത്ത് വരും. നമ്മുടെ അതിനകത്ത് സേവായി. നമ്മൾ തന്നെ ഓട്ടോ അവിടെ കുത്തിയേ, നമ്മളെന്ന് കുത്തിയേ, അവിടെ അതല്ലത്. യാ ഓക്കെ. അപ്പം ഞങ്ങളിവിടെ കിടപ്പുണ്ട് കേട്ടോ. ഫെനി അങ്ങനെ ഞങ്ങൾ അകത്തെല്ലാം കയറി കണ്ടു. കുറേ ഉണ്ട് കാണാം കേട്ടോ. നല്ല എന്താ പറയുക, അകത്തെ നമുക്ക് ഗോവയെക്കുറിച്ചിട്ട് എല്ലാം അറിയാം. നമുക്ക് ഏതാണ് ഗോവയുടെ പഴയ ഏൻഷ്യൻ്റ് ചരിത്രങ്ങളും പോർച്ചുഗീസ് വന്നതും ഇവരുടെ ലാംഗ്വേജിനെ കുറിച്ചിട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. പഴയ കാലത്ത് ഫുഡ്, ഓർണമെന്റ്സ്. അതെ, പണ്ട് ഈ ഓർണമെന്റ്സിന് പകരം നമ്മൾ ടാറ്റു ഓർണമെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള
ഒരുപാട് പഴയ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അത് കുറച്ച് നമുക്ക് ഈ നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മറ്റേ ഈ പസിൽസൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് ഓരോന്ന് ചെയ്യാനൊക്കെ പറ്റും. അല്ലാതെ ഡയറക്റ്റ് ഇൻഫർമേഷൻ അല്ല, നമുക്ക് കുറേ ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. ബ്ലൂ ലഗൂൺ അടിച്ചോണ്ടിരിക്കുക മോള്. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ ഈ സംഭവമൊന്നുമില്ല, നമ്മുടെ ലോറിക്കകത്ത് കൊണ്ട് വെച്ചതല്ലോ. അത് ഇതെന്ത് സംഭവം? ഇവിടെ ഇതെന്തോ ഫെറ്റ് എന്ന് പറഞ്ഞു. ഫെറ്റി എന്ന് പറയുന്നത് ഫ്രഞ്ചിൽ പാർട്ടി എന്നാണ് അർത്ഥം. ഇപ്പം എന്തുവാ ഫ്രഞ്ച് പഠിക്കുന്ന കേളാണല്ലോ. യെസ്, ഐ നോ ഫ്രഞ്ച്. അഗ്വാഡ് ഫെറ്റ് എന്ന് പറയുമ്പം അവിടുത്തെ പാർട്ടി, അഗ്വാദയുടെ പാർട്ടി ആയിരിക്കാം. ഓക്കെ, ശരി. ഒരുപാട് സ്റ്റോൾസും അങ്ങനെ ശരി. അതിൻ്റെ ഭാഗമില്ല സ്റ്റോളൊക്കെ. അപ്പം ഞങ്ങൾ ആ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട്. നമ്മൾ ആ കണ്ടില്ലേ, മേളിൽ നിന്ന് കണ്ടില്ലേ, ആ ബോട്ടിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ പെർ ഹെഡ് 350 രൂപ. അപ്പോൾ കുഞ്ഞോൻ പറഞ്ഞ് ഇതിനൊക്കെ നല്ലത് നാളെ എവിടെ നമ്മളെ മറ്റേ പനാജിയോ അവിടെ ചെല്ലുമ്പം കുറച്ചുകൂടി രാത്രിയിലാവുന്നത്. അപ്പം അത് കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടെ ഭംഗിയാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഫുഡ് അടിക്കാം. ഓക്കെ, അവരിവിടെ തന്നെ അഞ്ചര ബീച്ച്, ബാഗ ബീച്ച്. പോകണം. നാളെ പഞ്ചി മൊത്തം കറങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ വന്ന് താലി ജംഗ്ഷൻ ഒരു ഹോട്ടലിൽ കയറി. അതെ, താലി ഹോട്ടലിൽ കയറി. എന്തൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തത് ലെപ്പോ താലിയാണ്. അമ്മ ഓർഡർ ചെയ്തത് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അയലയുടെ താലി, പിന്നെ അച്ചായി വെജ് താലി. വെജ് താലിക്ക് ഗുലാബ് ജാമുൻ ഉണ്ട് ഗൈസ്, ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കിയിട്ട് പറയാം. ശരി, കഴിക്കട്ടെ. ഇഷ്ടംപോലെ ഗോവ ഉണ്ട് കേട്ടോ. ഈ നിങ്ങൾ ഈ ഗോവ വരുമ്പോഴേ മാക്സിമം നോൺ വെജ് ഒഴിവാക്കുക. പിന്നെ ഇത് മീനാണ് നമ്മൾ വാങ്ങിച്ചത്. മീൻ വലിയ കുഴപ്പമില്ല, മറ്റേ ചിക്കനും ഒക്കെ മാക്സിമം. മീനാണ് ഇവിടുത്തെ മെയിൻ. മീൻ കഴിച്ചു നോക്കി. चिकन खाइए, 3 चोनक खाइए, मसाला चला जाएगा और चिकन का അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഞങ്ങളിതാ ഈ കടയിലൊന്ന് കയറുക. ഞങ്ങളിങ്ങോട്ട് വന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്ക്. കാരണം എന്താണെന്നറിയോ? നോക്കി കാണിച്ചു തരാം. അവിടെ കുറേ പേര്, കുറേ അതിഥികൾ ഞാൻ നടന്നു പോകുന്നുണ്ട്. ഇവന്മാരായിരുന്നു ഞങ്ങളെ വഴി മുടക്കി. കണ്ട കാണിച്ചേ, വഴി മുടക്കി ഇച്ചിരി മാറി കാണുന്നുണ്ടായത്. എത്ര പേരാ നോക്ക്, കുറേ പേരുണ്ട് കേട്ടോ. ഇവർക്ക് പിന്നെ ഇവരങ്ങ് പോവും. നമ്മൾ വേണമെങ്കിൽ മാറിപ്പോയിക്കോണം, അവരവരുടെ വഴിക്ക് പോകും എന്നാണ് അവരുടെ നടത്തിയത്. നമ്മൾ ഒരു പേടിയില്ല നോക്കി.